അതേപോലെ ഈ ദറബലന മസലം വനസിയ ഖൽഖുഹു ഇതെന്തല്ല, ഈ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ഉപമകളുണ്ട്. ഉപമകൾ എന്താ? ഈ ഉപമകൾ പഴമൊഴികൾ, പഴഞ്ചൊല്ലുകൾ എന്നല്ലേ. വിശുദ്ധ ഖുർആനിലൊന്നും പഴമൊഴിയും പഴഞ്ചൊല്ലാട്ടോ. പക്ഷെ നമ്മൾ ഈ പഴമൊഴികളും പഴഞ്ചൊല്ലും എടുത്ത് ഉദ്ധരിക്കും. എന്തിന്? പിന്നെ എന്തിനത് ഉപമിക്കുക? ആളുകൾക്കൊരു പാഠാകാൻ, അല്ലെങ്കിൽ ഒരു മാർഗദർശനത്തിന്, ഒരു ഗുണപ്രദമായ ഒരു കാര്യം, അതിന് വേണ്ടിയിട്ട് ഈ പഴമൊഴി നമ്മൾ ഉദ്ധരിക്കലേ. ഇപ്പോൾ പിന്നെ ഒരാൾ വീണെടുക്കുകയാണെങ്കിൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറയും. ശരിക്കും വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നുള്ളത് കവി പാടിയത് ഇയാൾ വീണെടുക്കണതിനെ കുറിച്ചല്ല. പിന്നെയോ അതന്ന് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ പിന്നെ ഇവരുടെ പിന്നെ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ പിന്നെ പാടിയ കവിതയിൽ പെട്ടതാണ്. പക്ഷേ ആ വീണിതല്ലോ കിടക്കുന്നു ധരണി എന്നുള്ളത് ഇവിടെ ഉദ്ധരിക്കണത് എന്താണ്? അതൊരു ഒരു പഴമൊഴി പ്രയോഗമാണത്. അതിപ്പോൾ ചിലത് കവിതയായിരിക്കും, ചിലത് വേറെ എന്തെങ്കിലും. ഇപ്പോൾ നമ്മൾ നാടന്മാർ അറിയും മട്ടപ്പോത്തുണ്ടായതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ പറയും. അതെന്തിനാ അറിയണത്? മട്ടപ്പോത്തുണ്ടായതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ. ഇപ്പോൾ പിന്നെ പണ്ട് പണിക്കർ ഒലക്കാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒലക്കയിട്ട് ഇങ്ങനെ വന്നു എന്നാണ്. ഇങ്ങനെ ഒലക്ക പിടിച്ചിട്ട് വന്നാലേ ഉണ്ടാവും. അങ്ങനെ ഗേറ്റ് അടക്കാൻ കഴിയുന്നില്ല, പെരീക്ക് അടക്കാനുള്ള ഗേറ്റ് അടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് തടയാണ്, ഗേറ്റിൻ്റെ അറ്റത്തിൽ മുട്ടി നിൽക്കുകയാണ്. ഇയാളിങ്ങനെ ബാക്കിൽ പോകും, പിന്നെയും വരും. ഇങ്ങനെയായിട്ട് ഉള്ളിൽ കയറാൻ പറ്റണില്ല ഒലക്കയായിട്ട്. ആ ലോകത്തുനിന്ന് ഒലക്കക്ക് വാങ്ങാൻ പറഞ്ഞാണ് പണിക്കരെ. ഒലക്ക അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ കിട്ടിയ പാടെ മുമ്പ് അതായിട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയായാലും ഗേറ്റ് അടക്കാൻ കഴിയുന്നില്ല, കാരണം ഇത് മുട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് വലിയ പോത്ത് വരുന്നത്, മട്ടപ്പോത്ത്. പോത്തിന് വലിയ കൊമ്പ, മനസ്സിലെ, ഇങ്ങനെ വീതിയുള്ള കൊമ്പ. പോത്ത് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? പോത്തിന് ഈ ഗേറ്റ് ഇറക്കണം. ആ പോത്ത് ഇങ്ങനെ എന്ത് ചെയ്തു? തല ഇങ്ങനെ ഇട്ട് പിന്നെ ഇങ്ങനെ ഇട്ട് കാണ്ടങ്ങട്ട് കിടന്ന്. അപ്പോഴാണ് പണിക്കർക്ക് ബോധം. ഇങ്ങനെ ആദ്യം ഒരു ഭാഗം, പിന്നെ മറ്റേ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പണിക്കർ പറഞ്ഞ മട്ടപ്പോത്ത് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ. അന്നത് പണിക്കർ പറഞ്ഞത് ആ സന്ദർഭത്തിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ മട്ടപ്പോത്തുണ്ടായത് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ അറിയാം. എന്തിനാ പറയുക? ഒരാൾ നമ്മളെക്കാൾ ഒരു പിന്നെ കുറഞ്ഞ നിലവാരത്തിലുള്ള ആളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലൊരു ആശയം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പറയാം, ഓ മട്ടപ്പോത്തുണ്ടായതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ. ഇത് പിന്നെ ഭാഷയിൽ ഒരു സാഹിത്യമാണ്. അതേപോലെ തന്നെ സാധാരണ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? ചിലതൊക്കെ ചില സന്ദർഭങ്ങളിൽ എടുത്തുദ്ധരിക്കും അല്ലേ. ഇപ്പോൾ നമുക്കൊരു അവ്യക്തമായൊരു കാര്യം, അവ്യക്തമായിട്ട് നമുക്കൊരു വിഷയം, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് എല്ലാവർക്കും നിഗൂഢമായിരുന്നു, അവ്യക്തമായിരുന്നു. പക്ഷേ ഒരാളിലൂടെ അതുകൊണ്ട് തെളിഞ്ഞു, അല്ലെങ്കിൽ അത് വേറെ ഒരു നിലക്കാണ് വ്യക്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അൽ ആന ഹസ് ഹസൽ ഹക്ക്. അൽ ആന ഹസ് ഹസൽ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സത്യം വെളിപ്പെട്ടു. ഇത് സൂറത്ത് യൂസുഫിലെ ഒരു ആയത്താണ് അല്ലേ. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ വിഷയത്തിൽ അസീസിൻ്റെ ഭാര്യ ഇമ്രാത്തുൽ അസീസ് കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രയോഗമാണെന്ത്? അൽ ആന ഹസ് ഹസൽ ഹക്ക്. പക്ഷേ ആ അൽ ആന ഹസ് ഹസൽ ഹക്ക് എന്നുള്ളത് എന്ത് ചെയ്യും? ഇങ്ങനത്തെ സന്ദർഭത്തിൽ പ്രയോഗിക്കും. അതേപോലെ തന്നെ കുറേ ആയത്തുകളുണ്ട് അങ്ങനെ. പിന്നെ വിശുദ്ധ ഖുർആനിൽ കുറേ ആയത്തുകളുണ്ട്. കുല്ലും ബിമാ കസബ റഹീന, അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ ആയത്തുകൾ. അലൈസ സുബ്ഹു ബി ഖരീബ്, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആയത്തുകളാണ്. പക്ഷേ ആ ആയത്തുകൾ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലോ അല്ലെങ്കിൽ കോർവയിലോ ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നീടൊരു സംഭവത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഉദ്ധരിക്കുക. ഈ പഴമൊഴികൾ ഉദ്ധരിക്കുന്നത് പോലെ പഴഞ്ചൊല്ലു അതേപോലെ ഉദ്ധരിക്കുന്ന ഒരു ആയത്താണിത്. ഓ ദറബലന മസലൻ വനസിയ ഖൽഖഹു എന്ന് പറയും. അതെന്തിനാ? ഇപ്പം നമ്മളെ പിന്നെ ഒരാളെന്ത് ചെയ്യാണ്? ഒരു ഇകഴ്ത്താൻ വേണ്ടിയിട്ടൊരു സംസാരം നടത്തുകയാണ്. ആ വിഷയത്തിൽ അയാൾ പറ്റേ പോക്കാണ്. അപ്പോൾ ഉണ്ടല്ല, ആ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് പറയും വദറബലന മസലൻ വനസിയ ഖൽഖഹു എന്ന്. പിന്നെ അപ്പം ഇതൊരു മസലായിട്ട് അംസാലുൽ മുർസല എന്നതിന് പറയാം, ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. വദറബലന മസലൻ വനസിയ ഖൽഖഹു. തയ്യബ് ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എന്താ? വഹുവ അവനാരാ? അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ തവണ ഈ എല്ലുകളെ സൃഷ്ടിച്ചവൻ. വഹുവ അവൻ ബികുല്ലി ഖൽഖിൻ അലീം. ബികുല്ലി ഖൽഖിൻ, എന്താ? ബികുല്ലി ഖൽഖിൻ, എല്ലാ ഖൽഖിനെ കുറിച്ചും, എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും. അലീമുൻ, അലീം എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂക്ഷ്മമായി അറിയുന്നവനാണ് എല്ലാ ഖൽഖിനെ കുറിച്ചും. എന്ത്? ഈ എല്ലാ ഖൽഖിനെ കുറിച്ചും, എല്ലാ ഖൽഖിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാണെന്നാണ്. ഖൽഖ് നുത്ഫയിൽ നിന്നുണ്ട് അല്ലേ, ബീജത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പുണ്ട് അല്ലേ. ഖൽഖ് തുറാബിൽ നിന്നുണ്ട്, മണ്ണിൽ നിന്ന്. തുറാബിൽ നിന്ന് ഏത് സൃഷ്ടിപ്പ? ആദമിൻ്റെ സൃഷ്ടിപ്പ്. പിന്നെ ആദമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു സൃഷ്ടിപ്പുണ്ട് അല്ലേ,
ആദമിൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൃഷ്ടിപ്പുണ്ട്. അത് ആരാണ്? ഹവ്വ അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആസ വടി, അതിൽ നിന്നൊരു സൃഷ്ടിപ്പ് വന്ന്, അതേതാ? പാമ്പാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചില പയറൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ കാണാം അതിൽ പുഴു. പയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറാരും തൊളിച്ചിട്ടൊന്നുമില്ല, പൊളിച്ചിട്ടുമില്ല. പിന്നെയോ പയർ നമ്മൾ തുറന്നാൽ അതിലൊരു പുഴു. ആരാ അവിടെ പുഴുവിനെ പഠിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ? നമ്മൾ കുറേ കളച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ അടിയിൽ, കിണറിൻ്റെ അടി, അതിൻ്റെ ഉള്ളിലാണ് ഒരു പൊത്തിലൊരു തവള അല്ലേ? മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു നോക്കുമ്പോൾ ഒരു തവള, ഒരു ഓളൽ. ആരാ അവിടെ തവളെണ്ണ പഠിച്ചത്? ഇങ്ങനെയാ പല ഖൽഖുകളുണ്ട്, പല ഖൽഖുകളുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ബികുല്ലി ഖൽഖിൻ, എല്ലാ ഖൽഖിനെയും കുറിച്ചും എന്താണ് അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അള്ളാഹു ആണെങ്കിൽ പിന്നെ ആ അള്ളാഹ്ക്ക് അതിനൊക്കെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് എന്താണ്? ഒരു പ്രയാസമല്ല. അള്ളാഹ്ക്ക് എല്ലാ ഖൽഖിനെ കുറിച്ചും അറിയാം. അതേപോലെ തന്നെ പിന്നെ എവിടെയൊക്കെ ഖൽഖുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അള്ളാഹ്ക്ക് സൂക്ഷ്മമായിട്ട് അറിയാം. അതൊക്കെ ഇല്ലായ്മയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവയെ പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹ്ക്ക് കഴിയുമെന്നുള്ളതാണ്. ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഇതിന് മറുപടി തന്നെയാണ് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്നതിൻ്റെ മറുപടി ഒന്നതാണ്. അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലദീ എങ്ങനെയുള്ളവനാണവൻ? ഈ അല്ലദീ പ്രയോഗിച്ചാണ് ഇവിടെ വാവിൻ്റെ ആവശ്യമില്ല, വാവിൽ അത്ഫ് വേണ്ട. അല്ലദീ 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 അവൻ എങ്ങനെയുള്ളവനാണ്? ജഅല ലക്കും അവൻ നിങ്ങൾക്കുണ്ടാക്കി, അല്ലെങ്കിൽ സൃഷ്ടിച്ചു, പടച്ചു. മിനശ്ശജരിൽ അഖ്ദരി നാറൻ. അശ്ശജറുൽ അഖ്ദർ, അശ്ശജറുൽ അൽ അഖ്ദർ. ഷജർ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. ഷജറത്തുൻ എന്നതിൻ്റെ ബഹുവചനാണ് ഷജറുൻ. ഷജറത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഷജറുൻ, വൃക്ഷങ്ങൾ, മരങ്ങൾ. അൽ അഖ്ദർ, അൽ അഖ്ദർ എന്താ? പച്ച. അഖ്ദർ നമ്മൾ എല്ലായിടത്തും ലൗഹയിലൊക്കെ ഉണ്ടല്ലോ, ബോർഡിലൊക്കെ ഉണ്ട്. എന്താണ് അൽ അഖ്ദറു ഖുദ്ദാം എന്ന്? അതെന്തിനെ കുറിച്ച് അൽ അഖ്ദർ ഖുദ്ദാം എന്ന് പറഞ്ഞാൽ? ഇവിടെയൊക്കെ ബോർഡുകൾ ധാരാളം കണ്ടില്ലേ, ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ തൂണുമലൊക്കെ അൽ അഖ്ദർ ഖുദ്ദാം എന്ന് പറഞ്ഞിട്ട്. അതെന്താ? പച്ചക്കാണ് ഭാവി, അല്ലെങ്കിൽ പച്ച മുന്നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇവിടെ സൗദി അറേബ്യൻ്റെ ടീമിനെ കുറിച്ചാണ് അൽ അഖ്ദർ. അതിൻ്റെ കളർ അതല്ലേ? അതാരും ശ്രദ്ധയിൽപ്പെട്ടില്ല. എത്ര ആയിക്കാലും ദുനിയ കുറേ എല്ലായിടത്തും ഉണ്ടായില്ലേ. ഏതായാലും പിന്നെ അൽ അഖ്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഖ്ദർ എന്നുള്ളത് അവിടെ ലൗനാണ്, കളറല്ലേ? അഖ്ദർ പച്ച, ഗ്രീൻ കളറാണ്. പച്ചക്ക് പ്രതീക്ഷ എന്നുള്ളതല്ല, പിന്നെ ഈ ടീം അതിന് ഭാവി എന്നുള്ളൊരു അർത്ഥത്തിലാണ്, മുന്നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഏതായാലും അൽ അഖ്ദർ എന്നുള്ളത് ലൗനാണ്, കളറ്, ലൗന് കളറാണ്. പക്ഷെ ഇവിടെ ലൗനല്ല, ഇവിടെ ലാസിമുൽ ലൗനാണ്. ലാസിമുൽ ലൗൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൗനിൻ്റെ ലാസിമാണ് എന്ന് പറഞ്ഞാൽ പച്ചൻ്റെ ലാസിമാണ് എന്ത്? റുത്തൂബ. ലാസിമുൽ ലൗൻ എന്താണ്? ഈ കളറിൻ്റെ ലാസിം എന്ന് പറഞ്ഞാൽ പച്ചൻ്റെ ലാസിം എന്താണ്? അത് റുത്തൂബത്തായിരിക്കും. റുത്തൂബത്താണ് എന്താ? നനഞ്ഞത്, ഈറൻ. ഈ ഒരു സംഗതി പച്ചയാകുമ്പോൾ അത് എന്തായിരിക്കും? അതിന് റുത്തൂബ ഉണ്ടായിരിക്കും, നനവുണ്ടായിരിക്കും. അതിനെന്തുണ്ടാവും? ഹയാത്തും ഉണ്ടാവും, ഹയവിയ. അപ്പോൾ ഇവിടെ വിഷയം അതാണ്. മിനശ്ശജരിൽ അഖ്ദർ എന്ന് പറഞ്ഞെങ്കിൽ പച്ച വൃക്ഷം എന്ന് പറഞ്ഞാൽ, വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറല്ല ഉദ്ദേശം, പച്ച കളർ എന്നുള്ളത്. പിന്നെ പച്ച കളറ് ഉള്ള വൃക്ഷമാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഉണങ്ങിയതല്ല എന്നാണ്. അതിന് നനവുണ്ടാകും, അത് പിന്നെ സജീവമായ അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അത് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനവുണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശം, അല്ലാതെ പച്ചവർണ്ണത്തിലുള്ള വൃക്ഷം എന്നുള്ളതല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ മിനശ്ശജരിൽ അഖ്ദർ, മുള. ഈ മർഹ് അതേപോലെ തന്നെ മർഹ്, ഇത് നെറ്റിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഈ മർഹ് അഫാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മരങ്ങൾ, മർഹ് അഫാർ. ഇത് രണ്ടും ഇങ്ങനെ ഇതാക്കി വരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീ കത്തിക്കുന്നത്. ഈ ചണ്ടിയോ
ഷീല നിലത്ത് വെക്കും. എന്നിട്ടായി ആദ്യം പിന്നെ ഈ പിന്നെ അഫാറ് അല്ലെങ്കിൽ മർഹ് അതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് പിന്നെ ഈ പിന്നെ മർഹ് കൊണ്ട് അഫാറിനെ ഇങ്ങനെ ഒരതുമ്പോൾ പിന്നെ ഇത് പുകയും. അത് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈദ അൻതും മിൻഹു തൂഖിദൂൻ, ഇതാ ഉടൻ അൻതും മിൻഹു തൂഖിദൂൻ, അതിൽ നിന്ന് നിങ്ങൾ കത്തിക്കുന്നു എന്നാണ് അല്ലേ. അത് പുകയിലും ഇവർ ഊതിയിട്ട് കത്തിക്കുക ചെയ്യുക. അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഇതിൻ്റെ ഈ ഷജറുൽ അഖ്ദറിൻ്റെ ആ വിഷയം വായിച്ചപ്പോൾ ഈ മർഹ് പിന്നെ അഫാർ ആണ് എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയത്. അപ്പോൾ മാഷാ അല്ലാഹ് ഈ മർഹും അഫാറും വെച്ചിട്ട് ഇവർ തീ കത്തിക്കണത്, ഇപ്പോഴും തീ കത്തിക്കണത് അല്ലേ. അതൊന്നൊന്നും വെച്ചിട്ട് ഇങ്ങനെ വരുത്, അല്ലെങ്കിൽ പല രീതികളുണ്ട്. ഇങ്ങനെ പിന്നെ കുഴിയാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ ഒന്നൊന്നിന് പച്ച നനവുള്ളതിനെയാണ് ഇത് ചെയ്യുന്നത്, കത്ത്. ഇവിടെ മാത്രമല്ല കേട്ടോ, പിന്നെ കാടുകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ മരങ്ങൾ കൊണ്ട് കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഷ്ജറുൽ അഖ്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മർഹ് അഫാർ ആയിക്കൊള്ളുന്നില്ല. തഫ്സീറുകളിലൊക്കെ മർഹും അഫാറും ആണെന്നാണ് എഴുതിയിട്ടുള്ളത്. വേറെയും മരങ്ങളാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷജറുൽ അഖ്ദർ എന്നല്ല പറഞ്ഞത്. ഷജർ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളാണ്. അൽ അഖ്ദർ നമ്മൾ പറഞ്ഞ ഈ ഷജർ എന്നുള്ളത് സ്ത്രീലിംഗാണ്, കാരണം അത് ബഹുവചനാണ്. അപ്പോൾ അൽ ഖദ്റ എന്നാണ് വേണ്ടത്, മിനശ് ഷജറിൽ ഖദ്റ എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഈ ലഫ്ദിലേക്കാണ് ഇതിനെ മടക്കുന്നത്, അതുകൊണ്ടാണ് അഖ്ദർ എന്ന് പറഞ്ഞത്. ലഫ്ദ് നോക്കിയാൽ നിങ്ങളിത് പുല്ലിംഗായിട്ടാണ്, പക്ഷെ ആശയാണ് എന്ത് സ്ത്രീലിംഗം. ആകിലൂന മിൻ ഷജറിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹാ അൽബുതുൻ ആണ്. ഷജറിൻ മിൻ സഖൂം, സഖൂമിൻ്റെ ഷജറിൽ നിന്ന് തിന്നുന്നതാണ്. ഫമാലിഊന മിൻഹാ, ആ ഷജറിൽ നിന്ന് നിറക്കുന്നതാണ്. അൽബുത്തുൻ വയറിനെ, മിൻഹ എന്നുള്ളത് അവിടെ എന്താണ് ഷജർ സ്ത്രീലിംഗായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ആശയം സ്ത്രീലിംഗാണ് അവിടെ, അതാണ് ഇവിടെ ലഫ്ദിലേക്കാണ്, ഈ പദത്തിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ടാണ് അൽ അഖ്ബർ. അല്ലദി എങ്ങനെയുള്ളവനാണ് ജീവിപ്പിക്കുക, ജഅലലക്കും അവൻ നിങ്ങൾക്കുണ്ടാക്കി, മിനശ് ഷജരിൽ അഖ്ദരി അൽ അഖ്ദറായ ഷജറിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന്. അൽ അഖ്ദറായ എന്നാൽ പച്ച വൃക്ഷങ്ങളിൽ നിന്നെങ്കിലും ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഈ റുതൂബയും ഹയവിയയും ഒക്കെ ഉള്ള നനവുള്ള പിന്നെ വൃക്ഷം. ആർക്ക് ആ മരങ്ങൾ വരച്ചിട്ടുണ്ടാകാം. പ്രകൃതി ചിലപ്പോൾ അങ്ങനെ ക്രൂരത ചെയ്യൂല. ഈ മൃഗങ്ങളും മറ്റുമൊക്കെ കത്തി നശിക്കുന്ന രീതിയിൽ പലരും എന്ത് ചെയ്യണത്, പലരും നാടിനോടും ഉള്ള വൈര്യവും മറ്റും ഇങ്ങനെ ക്രൂരതയൊക്കെ ആയിട്ട് ചെയ്യും. അതാണ് അവസ്ഥ. മിനശ്ശജരിൽ അഖ്ദരി നാറൻ, നാറിനെ ഉണ്ടാക്കി, അങ്ങനെയുള്ളവൻ. ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, ഫഉൽ ഫസീഹ എന്ന് പറയും. ഇദാ അൻതും നിങ്ങൾ, ഉടൻ, ഇദാ എന്ന് പറഞ്ഞാൽ ഫുജായ, ഉടൻ നിങ്ങൾ, മിൻഹു അതിൽ നിന്ന്, തൂഖിദൂൻ, തൂഖിദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്തിക്കുന്നു. ഷജറുൽ അഖ്ദറിൽ നിന്ന് തീ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഉടൻ അതിൽ നിന്ന് കത്തിക്കുന്നു. അത് ഈ ഷജറുൽ അഖ്ദറിന് എങ്ങനെയാണ് തീ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് അറിയാം ഉടനെ അത് കത്തിക്കണത്. തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കത്തൂല, തീ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അത് ഉടനെ എന്ത് ചെയ്യാണ് വേണ്ടത്, അത് വേഗം കത്തിക്കാണ് വേണ്ടത്. തീ ഇങ്ങനെ പുകയുക ചെയ്യുക, അവിടെ നേരിയ പുക വരിക. പിന്നെ ഇവരെന്ത് ചെയ്യാണ്, വേഗം അതിലേക്ക് പൊന്തിയും ശീലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേഗം ഊതിയാണ്ട് കത്തിക്കുക ചെയ്യുക. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ.